ഓണാഘോഷം 2026 ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. നമ്മൾ ഒരുപാട് കാലമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഉത്രാട സദ്യ ഓണത്തിന് നടത്തണം എന്നുള്ളത്. ഇക്കൊല്ലം അത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ഈ പരിപാടി മുഖ്യാതിഥിയായിട്ട് എത്തുന്നത് മണലൂർ MLA പ്രൊഫസർ ശ്രീ രവീന്ദ്രനാഥ് മാഷാണ്. MLA എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനകം പരിപാടി ആരംഭിക്കുന്നതാണ്. ഇവിടെ എന്നെ മടി നമ്മുടെ ഓണാഘോഷം ഇവിടെ തുടക്കം കുറിക്കാൻ വേണ്ടി പോവുകയാണ്. പുലരി പുലാനിക്കുന്ന് ഓണാഘോഷം 2026 ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഇന്ന് ഉത്രാട സദ്യയോട് കൂടിയിട്ടാണ് നമ്മുടെ ഓണാഘോഷം ആരംഭിക്കുന്നത്. ഈ പരിപാടി മുഖ്യാതിഥിയായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് മണലൂർ MLA നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട പ്രൊഫസർ രവീന്ദ്ര മാഷാണ്. രവീന്ദ്ര മാഷ് ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ കണ്ണാടിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ MP സജീവ് കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സജീവേട്ടനെ സ്നേഹത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുൻ വാർഡ് മെമ്പറും ഇപ്പോൾ കൽസി മെമ്പറുമായിട്ടുള്ള ജയന്ത ടീച്ചർ പങ്കെടുക്കുന്നുണ്ട്. ജയന്ത ടീച്ചറെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം വാർഡ് 7 മെമ്പർ ബിനു ജോൺസൺ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ബിനു ജോൺസനെ സ്നേഹത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. പുലരി പുലാനിക്കുന്നിന്റെ സെക്രട്ടറി സുഭാഷൻ സി, മറ്റ് സമുദായ അംഗങ്ങൾ, ഇവിടെ എത്തിച്ചേർന്ന കുടുംബാംഗങ്ങൾ, കുട്ടികൾ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് യോഗത്തിന്റെ അധ്യക്ഷനായിട്ട് പ്രസിഡന്റ് അനീഷ് KV ക്ഷണിക്കുന്നു. നമ്മുടെ ഓണാഘോഷ പരിപാടിയിലെ മുഖ്യാതിഥിയായിരുന്ന രവീന്ദ്ര മാഷാണ്. അപ്പോൾ നമ്മളെ ഓണത്തിനെ കുറിച്ച് കുറച്ച് വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് മാഷെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, പ്രിയപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് സജീവ്, വേദിയിലെ ബഹുമാനപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ആദ്യമായി ഹൃദയം നിറഞ്ഞ മനസ്സ് നിറഞ്ഞ ഓണാശംസകൾ. നമ്മുടെ ജീവിതത്തിലൊക്കെ ഇതുപോലെ പല ആഘോഷങ്ങളും കടന്നു വരും. ഓണമുണ്ട്, വിഷുണ്ട്, ക്രിസ്മസ് ഉണ്ട്, ബക്രീദ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് സന്ദേശം നൽകുന്ന ആഘോഷങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. അത് ജീവിതം മുഴുവൻ നമ്മൾ ആഘോഷിച്ചു കൊണ്ടേയിരിക്കും. എല്ലാ വർഷവും അതുണ്ട്. ആ ആഘോഷങ്ങൾ നടക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനത്തെ ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നത് എന്ന് പൊതുവിൽ നമ്മളെല്ലാം ചിന്തിക്കണം. അത് പലതരത്തിലും വ്യാഖ്യാനിച്ച് മനുഷ്യനെ പരസ്പരം വിഭജിക്കുന്ന രീതിയിലാക്കി മാറ്റുന്ന ഒരു പ്രശ്നം സമൂഹത്തിൽ പതുക്കെ പതുക്കെ വളർന്നു വരികയാണ്. ഇത് ഇന്ന ആരുടെ
മറ്റേ ഇന്ന ജാതിയുടെ ഇന്ന മതത്തിൻ്റെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് വാസ്തവത്തിൽ ഇതെല്ലാം മനുഷ്യൻ്റെ ആഘോഷങ്ങളും അതുപോലെ തന്നെ മറ്റേ എന്താണ് ആനന്ദവുമാണ്. മനുഷ്യനെ നന്നാക്കാൻ വേണ്ടി ഓരോ കാലത്തും പ്രകൃതിയോട് ചേർന്ന് നടത്തുന്ന ചില ചെറിയ ചിന്തകളാണ് ഈ ആഘോഷങ്ങളൊക്കെ. അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ഊണ് കഴിക്കാൻ മാത്രം അല്ല, പായസം കഴിക്കാൻ മാത്രമല്ല, അത് നൽകുന്നൊരു സന്ദേശം ഉൾക്കൊള്ളാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഓണം നൽകുന്ന സന്ദേശം, വിഷു നൽകുന്ന സന്ദേശം, ക്രിസ്മസ് നൽകുന്ന സന്ദേശം, ബക്രീദ് നൽകുന്ന സന്ദേശം, ആ സന്ദേശമാണ് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക. ശരീരത്തെ മെച്ചപ്പെടുത്തുക സദ്യയൊക്കെയാണ്. പായസമൊക്കെ കഴിച്ചു, നല്ലോണം ഓണം കൊണ്ടു, ശരീരമൊക്കെ നല്ല ഉഷാറാവും. പക്ഷെ മനസ്സിനെ നന്നാക്കാൻ ആനന്ദം നല്ലതാണ്, കൂട്ടായ്മ നല്ലതാണ്. അതിനപ്പുറം മനസ്സിനെ നന്നാക്കാൻ ചില സന്ദേശങ്ങൾ ഈ ആഘോഷങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. എല്ലാം പറയാൻ സമയമില്ല, ഓണത്തിന്റെ മാത്രം ചുരുക്കി പറഞ്ഞു നിർത്താം. എന്താണ് മനസ്സിനെ മെച്ചപ്പെടുത്തുന്ന സന്ദേശം? ഒന്ന് കൂട്ടായ്മയാണ്. അതിനപ്പുറം ഓണം എന്ന ഈ ആഘോഷകാലത്ത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വിഭവം എന്താ എന്ന് ചോദിച്ചാൽ ചിലർ പറയും ഉപ്പേരിയാണ്, ശർക്കര ഉപ്പേരിയാണ്, പായസമാണ്, സദ്യയാണ്, ഓണപ്പുടവയാണ് അല്ലേ എന്നൊക്കെ പറയും. അതൊക്കെ ശരിയാണ്. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന ഒന്നുണ്ട്. എനിക്കങ്ങനെ തോന്നുന്നു, സജീവന് വേറെയോ പലർക്കും പലതും. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞ മനസ്സിനെ ശുദ്ധീകരിക്കുന്നതാണ് ഈ ആഘോഷങ്ങൾ, കൂട്ടായ്മകൾ എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം പൂക്കളാണ്. പൂക്കൾ, ഇവിടെ പൂക്കൾ ഉണ്ടല്ലേ, പൂക്കളാണ്. അതിലെ പൂക്കൾ പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായ ബിംബമാണ് പൂവ്. ചിത്രശലഭങ്ങൾ, പൂക്കൾ, ഇതൊക്കെ പ്രകൃതിയുടെ സൗന്ദര്യം നമ്മളെ കാണിച്ചു തരുന്ന വിഭവങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ പ്രകൃതിയുടെ സൗന്ദര്യം നമ്മളെ കാണിക്കുന്ന ഈ പൂക്കൾ പ്രതീകാത്മകമായി നമ്മളോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു കാര്യം മാത്രമേ ഞാൻ പറയുന്നു, സമയമില്ല. പൂക്കളുടെ ആത്മാവ് എന്ന് പറയുന്നത് സുഗന്ധമാണ്. മുല്ലപ്പൂ എന്ന് കേൾക്കുമ്പോഴും നമ്മൾ മനസ്സിലായതിൻ്റെ മണം വരികയാണ് അല്ലേ. ജമന്തി പൂ എന്ന് കേട്ടിട്ട് മണം വരികയാണ്. ചിലതിന് മണമില്ല, പക്ഷെ പൂവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ആശയം സുഗന്ധമാണ്, മണമാണ്. ഇനിയാണ് കേൾക്കേണ്ടത്, ആ പൂവ് എടുത്തിട്ടാണ് നമ്മൾ അത്തനാള് ഒരു കളറ്, പിന്നെ അത് കുറച്ചുകൂടി വലുതായി, പിന്നെ കുറച്ചുകൂടി വലുതായി, കുറച്ചുകൂടി വലുതായി, 10-ാം ദിവസം തുമ്പപ്പൂക്കളും സുമ്പപ്പൂക്കളും നിറച്ച് അത് അതിൽ നടുക്കൊരു തൃക്കാക്കരപ്പൻ നിർമ്മിക്കും. ഇതല്ലേ ഓണം? എന്താ ഉദ്ദേശിച്ചത്? എന്താണ് അത് ഉദ്ദേശം? നോക്കൂ, ഈ പൂവിൻ്റെ ആത്മാവായ സുഗന്ധം ശ്രദ്ധിക്കണേ. പൂവ് ഒരിക്കലും പൂവിന് വേണ്ടി ഒളിപ്പിച്ചു വെക്കാറില്ല. എന്താ ഓ ഇത്തിരി എൻ്റെ കക്ഷത്തിരുന്നോട്ടെ എന്ന് വിചാരിക്കാറുണ്ടോ? ഇല്ല. എന്താ ചെയ്യാറ്? അത് മറ്റുള്ളവർക്ക് വേണ്ടി എന്താണ് അതിങ്ങനെ പരത്ത്. നിങ്ങളുടെ മനസ്സ് അങ്ങനെയാണെന്ന് ഈ പറയുന്നത്. എന്തിനീ പൂക്കളെ കൊണ്ട് ഇങ്ങനെ കളർ? എന്താ അതിൻ്റെ ലക്ഷ്യം? അവിടെ നിങ്ങളുടെ മനസ്സും പൂക്കളെ പോലെ നിങ്ങളുടെ സൗന്ദര്യം സൗരഭ്യം എന്താണോ അത് മറ്റുള്ളവർക്ക് എന്താണ് നൽകുമാറാകണം. അതാണ് ലക്ഷ്യം. പൂവൊരിക്കലും പൂവിൻ്റെ ഇത്തിരി സൗന്ദര്യം അല്ലെങ്കിൽ ഇത്തിരി എന്താണ് മണോ ഒരിക്കലും അതിനു വേണ്ടി ഒളിപ്പിച്ചു വെക്കാറില്ല. എല്ലാവർക്കും വേണ്ടി ഇങ്ങനെ പരത്തും. അതുപോലെ നിങ്ങളുടെ മനസ്സും ആവണം എന്നുള്ളതാണ് സങ്കല്പം. അപ്പോഴേ ഓണമുള്ളൂ. സമത്വം, സാഹോദര്യം, ഇതൊക്കെ വരണമെങ്കിൽ മനസ്സങ്ങനെ ഉയരണം എന്നാണ്. മനസ്സങ്ങനെ മാറണം. വളരെ സങ്കുചിതമായിട്ട് എൻ്റെ 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 വീട്, എൻ്റെ ജാതി, എൻ്റെ മതം, എൻ്റെ മാത്രം എന്നത് വിട്ടിട്ട് മനസ്സ് വളരണം. ആ വളർച്ചയിലാണ് പ്രകൃതി നമ്മളെ കാണുന്നത്. അങ്ങനെ പൂക്കളാണ് ഞങ്ങളുടെ പൂക്കളെ പോലെ വളരണം എന്നാണ് അതിൻ്റെ ആശയം. അങ്ങനെ അത്തനാള് പൂവിട്ടു, പിന്നെ വലുതായി 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 പറയൂ. അവസാനം എന്താണ് പൂക്കൾ നിറച്ച് പിന്നെ ആരെയാ വെക്കണേ അവിടെ? അത് അറിയില്ല. ആരാ? അതിന്റെ ആകൃതി എന്താ? അമ്മിക്കുഴി അല്ലേ? നോക്കൂ, അങ്ങനെ ഇങ്ങനെയല്ലേ? അതിനാ വെറുതെ അല്ല അത് ചെയ്യുന്നത്, ഇങ്ങനെയാണ് കേട്ടാ.
അതെന്തുകൊണ്ടാണ് ഉണ്ടാക്കുക? ഇപ്പൊ മരം കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ ശരിക്കും എന്താണ് കളിമണ്ണ്, മണ്ണാണ്. മണ്ണും പൂവും തമ്മിലുള്ള ബന്ധമാണ്. മണ്ണും പൂവും തമ്മിലുള്ള ബന്ധമാണ് കാണിക്കുന്നത്. ആ പൂവ് ദേ ഇങ്ങനെ ഉയരണം. കണ്ടാ എന്താ പറയുന്നോ? പൂക്കളെ പോലെയുള്ള മനസ്സ് ഇങ്ങനെ ദ്വിമാനത്തിൽ വളർന്ന് 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 നിങ്ങളുടെ മനസ്സ് അങ്ങനെ വളർന്ന് ആ മനസ്സ് ദേ ആ മനസ്സ് ത്രിമാനത്തിലേക്ക് വളരുന്നു. കണ്ട ആരോട് പറയണത്? കേൾക്കണ്ട? ഞാൻ 10-ാം ദിവസം ഓണം 9 ദിവസം നമ്മൾ കഴിയുന്നവർ നിങ്ങളുടെ പൂക്കളെ പോലെ അങ്ങനെ വളർന്ന് അത് ദ്വിമാനം പോരാ, അവിടുന്ന് അത് അങ്ങനെ ത്രിമാനത്തിലേക്ക് വളരും. കണ്ട ആ മനസ്സിന്റെ വളർച്ചയുടെ അവസ്ഥയിലാണ് മാവേലി നാടുവണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ പറയാൻ വേണ്ടി പറഞ്ഞേ. എന്താണ്? ഒന്നുപോലെ കള്ളവുമില്ല ചതിയുമില്ല എല്ലുളമില്ല പുളിവചനം കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ പറയൂ. അതൊന്നുമില്ല. ഇത് എപ്പോഴുണ്ടാവുക? മനുഷ്യന് ഒന്നാണെന്ന് മനസ്സിലാവുന്നത്. സമത്വം ഉണ്ടാവുമ്പോ, സാഹോദര്യം ഉണ്ടാവുമ്പോ, അപ്പോഴാണ് മാവേലി നാട് വാണിയിടും കാലമായിട്ട് മാറുന്നത്. അപ്പൊ അങ്ങനെ പ്രകൃതിയുടെ ആശയം, പ്രകൃതിയിൽ ആരും വ്യത്യസ്തരല്ല. പ്രകൃതി ആരെ ഇന്ന ജാതി ഇന്ന മതം ഒന്നും സൃഷ്ടിച്ചിട്ടില്ല, ഒക്കെ മനുഷ്യരാണ്. ആ സങ്കല്പത്തിലേക്ക് നമ്മുടെ മനസ്സ് ഉയരണം. എല്ലാ മനസ്സും വളർന്നുയർന്ന് എല്ലാത്തിനെയും സാഹോദര്യത്തോടെ കാണാനുള്ള മനസ്സുണ്ടാവണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ആഘോഷമാണ് ഓണം. കേൾക്കണ്ടോ? അത് ഈ കാലത്ത് ജാതിയുടെയും മതത്തിൻ്റെ ഒക്കെ ആക്കി അത് അങ്ങനെ ഇങ്ങനെ എന്ന് ഇതൊക്കെ ഓണം എന്ന സങ്കല്പത്തിൽ നിന്ന് അകന്നു പോകലാണ്. ഓണം ഈ വലിയ മനസ്സിന്റെ സങ്കല്പമാണ്. അപ്പൊ ആ തരത്തിൽ നമ്മൾ എന്താണ് ശരി വികസന രംഗത്താണെങ്കിൽ ഇപ്പൊ കാർബൺ ന്യൂട്രൽ മണലൂർ എന്നൊക്കെ കേരളം മുഴുവൻ പ്രസിദ്ധമായിട്ടുള്ള സമയത്ത് അതിന് മുന്നിൽ നിന്ന് നയിക്കുന്ന പഞ്ചായത്താണ് നിങ്ങളുടെ പ്രിയപ്പെട്ട കണ്ടാണശ്ശേരി പഞ്ചായത്തും അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രസിഡന്റ്. ഒരു സംശയമില്ല. ഞാൻ കൈയൊക്കെ അത് നിങ്ങളൊക്കെ ഏറ്റെടുക്കണം. ഒരു പ്രസിഡന്റോ പഞ്ചായത്ത് മെമ്പറോ മാത്രം വിചാരിച്ചു നമ്മളൊക്കെ ഏറ്റെടുക്കണം. അപ്പൊ അങ്ങനെ ലോകത്തിന് മാതൃക, ഇത് മാതൃകയാണ് നിങ്ങളുടെ മനസ്സ്, അതുപോലെ നമുക്ക് ലോകത്തിന് മാതൃകയായിട്ട് മാറും. അതിനെല്ലാവരും ശ്രമിക്കണമേ എന്ന്. എങ്ങനെ എന്നുള്ളത് പഞ്ചായത്ത് പറഞ്ഞു തരും, പഞ്ചായത്ത് മെമ്പർമാരൊക്കെ പറഞ്ഞു തരും. കൃഷി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് കണ്ടാണശ്ശേരി അങ്ങനെ ലോകത്തിന്റെ നെറുകയിലേക്ക് വരട്ടെ. മനസ്സൊക്കെ പറയൂ സ്വതന്ത്രവും എന്താണ് ഉയർന്നതുമാകട്ടെ. സങ്കുചിതമായ മനസ്സുകൾ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. മതിയോ? ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തായിരിക്കുന്നു. നമസ്കാരം. നടന്ന മുറ്റത്തെ പൂക്കള മത്സരത്തിന്റെ വിജയികളെ നമ്മുടെ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരും 8 ടീമാണ് മുറ്റത്തെ പൂക്കളം മത്സരത്തിൽ പങ്കെടുക്കുന്നത്. എല്ലാ പൂക്കളവും നല്ല മികവുറ്റ രീതിയിൽ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പൊ അതില് ഏറ്റവും കുറഞ്ഞ സമയത്തിൽ, നമ്മൾ നിശ്ചയിച്ച സമയത്തില് നല്ല ആകൃതിയിലും നമ്മൾ പറഞ്ഞ അളവിലൊക്കെ ഇട്ടിട്ടുള്ള പൂക്കളത്തിനാണ് സമ്മാനം നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിൽ 3-ാം സമ്മാനം അപ്പൊ ആദ്യം 1 സമ്മാനം കൊടുക്കാൻ പറഞ്ഞു. 1-ാം സമ്മാനം കിട്ടിയിട്ടുള്ളത് രവി MK. രവിയേട്ടന്റെ വീട്ടിലിട്ട പൂക്കളത്തിനാണ് 1-ാം സമ്മാനം കിട്ടിയിട്ടുള്ളത്. രണ്ടാം സമ്മാനം ജിഷ്ണു KS.
മൂന്നാം സമ്മാനം സുജിത. പങ്കെടുത്ത എല്ലാ ടീമുകൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയും. പഞ്ചായത്ത് പ്രസിഡന്റ് സജീവേട്ടൻ രണ്ടു വാക്ക് സംസാരിക്കും. ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ, ബഹുമാനായ നമ്മുടെ MLA മാഷ്, നമ്മുടെ മുന്നത്തെ മെമ്പർ ജയന്തി ടീച്ചർ, മറ്റ് വേദിയിലും സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രിയപ്പെട്ടവരെ, കുട്ടികളെ, നിങ്ങളെല്ലാവരും വിചാരിക്കുന്നതാവും ഇനിയിപ്പോൾ ഇയാൾ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത്. ഒന്നും പറയില്ലേ, എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് എനിക്കറിയാം, ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ഉദ്ഘാടകൻ ബഹുമാനായ മാഷ് പറഞ്ഞ തന്നെ നമ്മൾ വീണ്ടും ആവർത്തിക്കുന്നു. മാഷ് ഒറ്റ വാക്കാണ് പറഞ്ഞിട്ടുള്ളത്, സമത്തുള്ള ഓണാഘോഷിക്കുക, എല്ലാവരും തുല്യരാണെന്നുള്ള ആശയം ആണ് നമുക്ക് മാഷ് പകർന്നു തന്നത്. അതിനേക്കാൾ വലിയ ഇതായിട്ട് എനിക്കൊന്നും പറയാനില്ല. മാഷ് പറഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൊരുളെന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെയുള്ളവരെ, ഒപ്പമുള്ളവരെ, നമ്മളെക്കാൾ ബുദ്ധിമുട്ടി ജീവിക്കുന്നവരെ എല്ലാവരും ഒരേപോലെ ഓണാഘോഷിക്കുന്നുണ്ടാവില്ല. അപ്പം അവരൊക്കെ നമ്മുടെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ ഓണാഘോഷിക്കുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ മാവേലി വരുന്നതാണല്ലോ നമ്മുടെ ഓണത്തിൻ്റെ ഐതിഹ്യം. മാവേലി പോയി കാലഘട്ടത്തിൽ ഹെലികോപ്റ്ററിലാണ് വന്നത്. മലപ്പുറം ജില്ലയിൽ ഒരു കോളേജിൽ ഹെലികോപ്റ്ററിലാണ് മാവേലി വന്നത്. അപ്പോൾ നമ്മുടെ പുതിയ കാലഘട്ടമാണ്, പുതിയ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂജൻ അല്ലെങ്കിൽ ആൽഫ എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിലെ വിദ്യാർത്ഥികൾ അത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോഴും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ജാതിയുടെയും മതത്തിൻ്റെയും സമ്പത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവ് നിലനിൽക്കുകയാണ്. ആ വേർതിരിവില്ലാത്ത ഓണമാണ് നമ്മൾ ആഘോഷിക്കാൻ നമ്മുടെ മാഷ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അത്തരത്തിലുള്ളൊരു ഓണമാണ് നമ്മൾ മുന്നിൽ കാണേണ്ടത്. ഇപ്പോൾ നടക്കേണ്ടോ എന്നുള്ളതല്ല, ഭാവിയിലെങ്കിലും നമുക്ക് അത്തരം അതിർ വരമ്പുകളൊക്കെ ഖണ്ഡിച്ചുകൊണ്ടുള്ള ഓണം ആഘോഷിക്കണം. നമ്മുടെ കൂടെയുള്ളവരെ കൂട്ടിച്ചേർക്കണം, നമ്മളെക്കാൾ താഴ്ന്നവരെ കൂട്ടിച്ചേർത്ത് നമ്മുടെ ഒപ്പം ഇരുന്ന് ഓണം ആഘോഷിക്കാൻ എല്ലാവരും പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ചുമതല. ആ ചുമതലയുടെ ഒക്കെ ഒരു ഭാഗമാണ് പുലരി പുല്ലാനിക്കുന്ന് ആഘോഷിക്കുന്ന ഓണപരിപാടി. ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട MLA രവീന്ദ്ര മാഷ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജീബ്, മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഈ ക്ലബിൻ്റെ ഭാരവാഹികളെ, നല്ലവരായ നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇത്തരം ഒരു കൂട്ടായ്മ അത് മുൻകാലങ്ങളിലും ഇവിടെ ഞാൻ നോക്കി കാണുന്ന മെമ്പറായിരിക്കുമ്പോഴും എനിക്ക് ഒരു പ്രത്യേക ഇവിടുത്തെ ചാർജ് പാർട്ടിപരമായിട്ടും എനിക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ നോക്കി കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നുണ്ട്. ഞങ്ങളുടെ ആ പ്രദേശത്തിനേക്കാളും ഈ പുല്ലാനിക്കുന്നിന് അങ്ങനെ ഒരു മേന്മ എന്നും ഉണ്ട്. ഓരോ പരിപാടി ഓണം മാത്രമല്ല, മറ്റുള്ള ശബരിമല സീസണായാലും എന്ത് കാര്യങ്ങളായാലും ടൂറിന് പോയാലും ഒരു കൂട്ടായ്മ ഇവിടെ പ്രത്യേകതയാണ്. അത് ഞാൻ എല്ലാവരോടും പറയും. അപ്പോൾ എനിക്കിവിടെ ഒരു നേതൃത്വം വഹിക്കാൻ പറ്റിയതിൽ എനിക്ക് അഭിമാനം പലപ്പോഴും തോന്നാറുണ്ട്. പിന്നെ മാഷ് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പൂവില് തുടങ്ങിയില്ലേ, എന്ത് വിശാലമായിട്ടാണ് മാഷത് ഓരോരുത്തരുടെ മനസ്സിലും അത് പതിയണ വിധത്തിലാണ് പറഞ്ഞു പോയത്. അതിലും കൂടുതലായിട്ട് ഞാനൊന്നും പറയാനില്ല. എല്ലാവർക്കും പ്രത്യേക മനസ്സ് നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി പറയാനായിട്ട് സെക്രട്ടറി സുഭാഷിനെ ക്ഷണിക്കുന്നു. നമ്മുടെ പുലിരിയുടെ ഓണാഘോഷത്തിൻ്റെ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത ജയന്ദ്രമാഷിനെ ആദ്യമായി നന്ദി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ കർണാടകശ്രീ പഞ്ചായത്ത് പ്രസിഡന്റ് MP സജീവിനോടും നന്ദി പറയുന്നു. പിന്നെ മുൻ വാർഡ് മെമ്പർ ജയന്ദ്രജർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ടീച്ചർക്കും നന്ദി പറയുന്നു. ഇതുപോലെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സുമനസ്സുകൾക്കും പുലിരിയുടെ പേരിൽ നന്ദി പറയുന്നു.
അവസാനിച്ചിരിക്കുന്നു. അടുത്തതായി നമ്മുടെ സദ്യയിൽ തുടങ്ങുന്നതാണ്.